രാജ്യത്താദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുക. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം എയർ ആംബുലൻസ് വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊച്ചിയിലെത്തിക്കും. അനാഥയായ നേപ്പാൾ സ്വദേശിയായ പെൺകുട്ടിക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത്. വിവരങ്ങൾ നൽകാനായി ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന്, ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് അക്ഷയമുണ്ട്. ആദ്യം അക്ഷയയിലേക്കാണ്. അക്ഷയ, തിരുവനന്തപുരത്ത് നിന്ന് അവയവുമായി ഹെലികോപ്റ്റർ യാത്ര തിരിച്ചോ? നിലവിൽ ശസ്ത്രക്രിയ പൂർത്തിയാകുന്നതേയുള്ളൂ. ഇപ്പോൾ ലിവർ അതായത് കരൾ മാറ്റവുമായി ബന്ധപ്പെട്ട് കരളെടുക്കുന്ന ശസ്ത്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഹൃദയം പുറത്തെടുക്കുന്നതിന്റെ ശസ്ത്രക്രിയ ആരംഭിക്കുന്നത്. ഏതാണ്ട് 2 മണിയോടുകൂടി തന്നെ ഹൃദയം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള വിവരം. ട്രാവൻകൂർ മെഡിസിറ്റിയുടെ ആംബുലൻസ് വാഹനം ഇവിടെ നിലവിൽ എത്തിയിട്ടുണ്ട്. കരൾ കൊണ്ടുപോകുന്നത് ട്രാവൻകൂർ മെഡിസിറ്റിയിലേക്കാണ്, കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റിയിലേക്കാണ്. അതിന്റെ ആംബുലൻസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ശസ്ത്രക്രിയാ നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ, അതായത് ഏകദേശം 2 മണിയോടെ തന്നെ ഹൃദയം പുറത്തെത്തിച്ച് അതിന്റെ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അപ്പോൾ ശസ്ത്രക്രിയ പൂർത്തിയായ ശേഷം ഏകദേശം 2 മണിയോടുകൂടെ തിരുവനന്തപുരത്ത് നിന്ന് അവയവുമായി യാത്ര തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൊച്ചിയിലേക്കാണ് അവയവം കൊണ്ടുപോകുന്നത്. ശസ്ത്രക്രിയ നടക്കുന്നതും കൊച്ചിയിലേക്കാണ്. ലിഡിയ ജേക്കബ് ഉണ്ട്. ലിഡിയ, ഒരു അവയവമാറ്റ ശസ്ത്രക്രിയ, അത് ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു ശസ്ത്രക്രിയ കൂടിയാണ്. അവിടെ എത്തിച്ചാലുടൻ അവിടെ നടക്കുന്ന ശസ്ത്രക്രിയയുടെ ഒരുക്കങ്ങളൊക്കെ എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്? ആർക്കാണ് ഈ ഹൃദയം മാറ്റിവെക്കുന്നത്? വിശദാംശങ്ങൾ. ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് എറണാകുളം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ആദ്യമായി ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന ശസ്ത്രക്രിയയാണ്. ആദ്യമായി ഒരു ഹൃദയ ശസ്ത്രക്രിയ ജനറൽ ആശുപത്രിയിൽ നടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേപ്പാൾ സ്വദേശിനിയായ 21-കാരിക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത്. ഈ വലിയ നൂലാമാലകൾ, പ്രത്യേകിച്ച് ഈ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട നൂലാമാലകളൊക്കെ കടന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത്തരത്തിൽ നേപ്പാൾ സ്വദേശിനിക്ക് ഹൃദയം മാറ്റിവെക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ഹൃദയം മാറ്റിവെക്കുന്നതിന് ഒരു പ്രോക്സിമിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തുള്ളവർ ആദ്യം, അത് കഴിഞ്ഞ് ഇന്ത്യയിലുള്ള ആളുകൾ, അത് കഴിഞ്ഞ് ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആളുകൾ, പിന്നീടാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക്, മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഹൃദയം മാറ്റിവെക്കുന്നത്. അത്തരത്തിലുള്ള നൂലാമാലകളും കാര്യങ്ങളുമൊക്കെ കടന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം 21-കാരിയായിട്ടുള്ള നേപ്പാൾ സ്വദേശിനിക്ക് ഹൃദയം മാറ്റിവെക്കുന്നത്. ഏകദേശം 3.7 കിലോമീറ്ററാണ് ഹയാത്തിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്കുള്ളത്. അതിന് ഗതാഗത ക്രമീകരണങ്ങളും കാര്യങ്ങളുമൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം ഒരു 4 മിനിറ്റിൽ താഴെ സമയത്തിൽ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹയാത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയാൽ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കും. അതാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഗതാഗത ക്രമീകരണങ്ങളും കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹയാത്തിൽ ഹെലിപാഡും സജ്ജമാണ്. ഉടൻ തന്നെ ഡോക്ടർമാരടങ്ങുന്ന സംഘം ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ടേക്ക് ഹൃദയം എത്തിക്കും. തുടർന്ന് ഏകദേശം ഒരു 4 മിനിറ്റിനുള്ളിൽ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഹൃദയം സ്വീകരിക്കുന്ന ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് അനാഥയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ നൂലാമാലകൾ കടന്ന് ഈ 21-കാരിക്ക് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ നടക്കുക എന്ന് പറയുന്നത്, ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഇത്തരത്തിലൊരു ശസ്ത്രക്രിയയിലേക്ക് വരിക എന്ന് പറയുന്നത് ചരിത്രത്തിലാദ്യമാണ്. ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും അതിന്റെ സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഹെറിഡിറ്ററി ആയിട്ടുള്ള, അതായത് ഈ പാരമ്പര്യമായിട്ട് വരുന്ന ഒരു അസുഖം തന്നെയാണ്. ഒരു പ്രത്യേക കേസിൽ പരിഗണിച്ചു കൂടിയാണ് ഹൈക്കോടതി ഇതിനൊരു അനുമതി നൽകിയത്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ അമ്മയും സഹോദരിയും ഇതേ അസുഖത്തെ തുടർന്ന് മരിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ ക്രിട്ടിക്കലായ ഒരു